അഞ്ചാം ക്ലാസ്സിലെ തജ്വീദിലെ അൽ ഹാ എന്ന പാഠം നമുക്ക് കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന ഹാഉകളെ കുറിച്ച് പഠിക്കാം. ഹാ ഉ തഅനീസ്, ഹാ ഉ സകത, ഹാ ഉൽ ലമീർ. ഒന്നാമത്തെ കോളത്തിലെ ഹാഉകളെ തഅനീസിൻ്റെ ഹാ എന്നും രണ്ടാമത്തെ കോളത്തിലെ സകത്തയുടെ ഹാ എന്നും മൂന്നാമത്തെ കോളത്തിലെ ഹാഉകളെ ലമീറിൻ്റെ ഹാ എന്നും പറയുന്നു. അൽ ഖാരിഅതു മൽ ഖാരിഅ, ഹദീസുൽ ആശിയ, ആമിലത്തുൻ നാസിബ. ഹാ ഉ തഅനീസിൻ്റെ ഹാഉകളാണിത്. തഅനീസിൻ്റെ ഹാഇനെ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കണം. ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കുന്ന ഹാഉകളെയാണ് ഹാ ഉ തഅനീസ് അഥവാ തഅനീസിൻ്റെ ഹാ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സകത്തയുടെ ഹാ നോക്കാം. സകത്തയുടെ ഹാഇന് എപ്പോഴും സുക്കൂനായിരിക്കും. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാം, എപ്പോഴും സുക്കൂനായിരിക്കുന്ന ഹാ ഏത്? ഹാ ഉ സകത്ത. ഉദാഹരണത്തിന് മാഹിയ, മാലിയ, കിതാബിയ. ഇതിൻ്റെയൊക്കെ അവസാനമുള്ള ഹാഇന് സുക്കൂനായിട്ടാണ് വരിക. ഇതിന് സകത്തയുടെ ഹാ എന്ന് പറയുന്നു. മൂന്നാമത്തെ ഹാ ഉൽ ലമീർ, ലമീറിൻ്റെ ഹാ. ഉദാഹരണത്തിന് ലഹു മാ ഫിസ് സമാവാതി വബിഹി യസ്തഅ്ജിലൂൻ. ഈ രണ്ട് ഹാഇനെയും ലഹു എന്നതിലെ ഹാഇനെയും വബിഹി എന്നതിലെ ഹാഇനെയും ഒരലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം. എന്തുകൊണ്ടാണത്? ലമീറിൻ്റെ ഹാഇൻ്റെ മുന്നിലോ പിന്നിലോ ഹർക്കത്താണെങ്കിൽ, ലമീറിൻ്റെ ഹാ ആണിത്, അതിന് മുന്നിലും പിന്നിലും ഹർക്കത്താണെങ്കിൽ, അതിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിനും ശേഷമുള്ള അക്ഷരത്തിനും ഹർക്കത്താണെങ്കിൽ ലഹു ലാമിന് ഫത്തഹാണ്, മാഫി ഇവിടെ മീമിന് ഫത്തഹാണ്. അതുകൊണ്ട് ഈ ഹാഇന് ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം. അതുപോലെ തന്നെയാണ് വബിഹി യസ്തഅ്ജിലൂൻ. ഹി എന്നതിന് ശേഷം ഈ ഹാഇനെ മുന്നേയും ഹാഇന് മുന്നേയുള്ള ബാഇനും ശേഷമുള്ള യാഇനും ഹർക്കത്ത് വന്നതുകൊണ്ട് നീട്ടി ഓതണം. ഇനി നമുക്ക് അടുത്ത രണ്ട് ഉദാഹരണം നോക്കാം. ലഹുൽ മുൽക്കു വ ഇലൈഹിൽ മസീർ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ലമീറിൻ്റെ ഹാ ആണ്, അതിൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ലഹുൽ മുൽക്കു ഹായിന് ശേഷം സുക്കൂനാണ്. വ ഇലൈഹിൽ മസീർ ഹായിന് മുന്നിലും പിന്നിലും സുക്കൂനാണ്. അതുകൊണ്ട് തന്നെ ഹായിനെ നീട്ടാതെ ഓതണം. ലഹുൽ മുൽക്ക് വ ഇലൈഹിൽ മസീർ. അതുപോലെ ഹായിനെ നീട്ടാതെ ഓതണം. പരീക്ഷയ്ക്ക് ഹാ ഉ തഅനീസ്, ഹാ ഉ സകത, ഹാ ഉൽ ലമീർ ഇതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതാൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാം. ഹാ ഉ തഅനീസിന് രണ്ട് ഉദാഹരണം പഠിച്ചു വെക്കുക. ഹാ ഉ സകത അതിന് രണ്ട് ഉദാഹരണം. ഹാ ഉ സകത്തയുടെ ഹായിന് എല്ലായ്പ്പോഴും സുക്കൂനായിരിക്കും, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഹാ ഉൽ ലമീർ, ഹാ ഉൽ ലമീറിൻ്റെ ഹായിന് നീട്ടി ഓതേണ്ടതിന് ഉദാഹരണവും നീട്ടാതെ ഓതേണ്ടതിന് ഉദാഹരണവും പഠിച്ചു വെക്കാം. അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണേ.